ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി വേണ്ടത് നെയ്യാണ്. നെയ്യ് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചൂടായി വരുമ്പോഴത്തേനും നെയ്യെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുകി കിട്ടുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മൾ പുട്ടുപൊടിയല്ല, നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് മുഴുവനോട് ഒരുമിച്ചിടല്, നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ടയായി പോകും. എന്നിട്ട് തീ ഒന്ന് ജസ്റ്റ് കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് തിളച്ച വെള്ളമായതുകൊണ്ട് അതിൽ തന്നെ അരിപ്പൊടി കുറച്ചൊന്ന് വെന്ത് തന്നെ വരും. നന്നായിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ കുറച്ച് വെച്ച് തന്നെ നമ്മൾ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അരിപ്പൊടി എല്ലാം വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് തീരെ അങ്ങ് ഡ്രൈ ആയി പോവരുത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തീയെല്ലാം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. കാരണം നമുക്കിത് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം. അപ്പോൾ അത് ഇത്രയും ചൂടോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അരിപ്പൊടി കുഴച്ചത് നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടായിട്ടുണ്ട്. തീരെ തണുത്ത് പോകരുത്. ചെറു ചൂടോടുകൂടി തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചൂടാകുമ്പോൾ തന്നെ നമ്മളിത് കുഴയ്ക്കണം. എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് നമുക്ക് കിട്ടുക. നമുക്കിത് നന്നായിട്ട് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് വെള്ളം 1 കപ്പ് അരിപ്പൊടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടണം. കാരണം ഇതിൽ വെള്ളം കൂടുതലും ഇല്ല കുറവുമില്ല, നല്ല കണക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കണം. നമുക്കിത് ആവിയിൽ വേവിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പോർഷൻ എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഉരുട്ടി കൊടുക്കാം. നല്ലൊരു ബോളായിട്ട് നമുക്കിത് എടുക്കണം. അതിന് ശേഷം ബോളായതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. നമുക്കിതുപോലെ എല്ലാം ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഈ ഷേപ്പിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 10 തൊട്ട് 12 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കാം. നമുക്കിത് സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് ഒട്ടി പിടിക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ആ തട്ടിൽ കുറച്ച് എണ്ണയൊന്ന് മയപ്പെടുത്തി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടുന്നൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മറ്റ് ചേരുവകൾ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂൺ നെയ്യ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടുകാണ്. ഞാനിവിടെ ഏകദേശം ഒരു 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക. ഇനി വേണ്ടത് പരിപ്പാണ്. 1 ടീസ്പൂൺ പരിപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കണം. ലാസ്റ്റ് നമ്മളിതെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഉഴുന്നും അതുപോലെ പരിപ്പും ഒക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ വേറെയാണ്. അതുകൊണ്ട് ഇതൊക്കെ ചേർത്ത് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു 3-4 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ എടുക്കുക. സവോള ഇട്ടാൽ ഇത്രയും ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് ചെറിയ ഉള്ളി തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഇതിനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നിടം വരെ നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവനുസരിച്ച് കൂടുതൽ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്.
ഇനി ഇതിലേക്ക് 2 ചുവന്ന മുളകും കൂടി നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒന്ന് വാടി വരണം. അതിനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് വേണം മുളകിൻ്റെ എണ്ണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഈ പൊടികളും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും. ഇനി വേണ്ടത് കായപ്പൊടിയാണ്. ഒരു പിഞ്ച് കായപ്പൊടി മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ നമ്മൾ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ബോൾസ് ഉണ്ടാക്കിയപ്പോൾ അതിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു മിക്സിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇതിലിട്ടാൽ മതി. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 1/4 കപ്പോളം ചിരവിയ തേങ്ങയാണ്. തേങ്ങ ഇട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാവുന്നത്. നമുക്ക് വേറെ കറികളൊന്നുമില്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. തേങ്ങ നമ്മളിടുമ്പോൾ കൂടുതലായിട്ട് ഉണങ്ങി പോകേണ്ട ആവശ്യമില്ല. ഈ മിക്സ് എല്ലാം കൂടി ഒന്ന് പിടിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. അങ്ങനെ വരുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റായിട്ട് വരിക. ഇപ്പോൾ തേങ്ങയൊക്കെ ഒരുവിധം നന്നായിട്ട് മസാല എല്ലാം അതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ചെടുത്ത ബോൾസെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ തേങ്ങയുടെ ആ മിക്സിലേക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. രാവിലെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ടിഫിനിൽ കൊടുത്തു വിടാനും ഒക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മൾ എരിവ് അതനുസരിച്ച് ചേർത്താൽ മാത്രം മതി. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ കൂടുതൽ ഇട്ടിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് എരിവ് അതനുസരിച്ച് കുറച്ച് മതിയാവും. അതനുസരിച്ചാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം. അതിന് മുൻപായിട്ട് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറു തീയിൽ അടച്ചു വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ മിക്സ് എല്ലാം അതിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കുമ്പോഴാണെങ്കിലും ഈ മിക്സ് കൂട്ടി തന്നെ ഓരോ ബോൾ എടുത്തിട്ട് മിക്സ് കൂട്ടി തന്നെ കഴിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കിത് 15 മിനിറ്റിനുള്ളിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു.